മോളെ വൈദേഹി, സുഖമായിട്ടിരിക്കുന്നു മോളെ? സുഖമായിരിക്കുന്നു അച്ഛാ. അമ്മ എവിടെ? മാധവൻ എവിടെ പോയി? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അവൻ എപ്പോഴും നിന്നെ തിരക്കാറുണ്ട്. നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? സമയത്തിനൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ടച്ചാ. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? കൊട്ടാരം വീട്ടിലെ മരുമോക്ക് ഒരു കുറവും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അവിടെ നിന്നെ എല്ലാവരും കൂടി പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര നല്ലവണ്ണം നോക്കിയാലും എല്ലാ പെൺമക്കൾക്കും സ്വന്തം വീട്ടിലെ ആൾക്കാരെ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷം. ഇപ്പൊ എന്റെ കൂടെ എന്റെ കുഞ്ഞുവാവിയും അമ്മയുടെ ബന്ധുക്കളെ കാണാൻ കാത്തിരിക്കാം. ഞങ്ങൾ വരുന്നുണ്ട് മോളെ. ഈ പാവപ്പെട്ട അച്ഛന് ദേവന്റെ വീട്ടുകാർക്കൊപ്പത്തിനൊപ്പം ചടങ്ങ് നടത്താനുള്ള പ്രാപ്തി ഇല്ലല്ലോ എന്നുള്ള വിഷമായിരുന്നു. പക്ഷെ അതിനും ദൈവം അനുഗ്രഹിച്ചു. നിന്റെ കുഞ്ഞിന്റെ ഭാഗ്യായിരിക്കും മോളെ പെട്ടെന്ന് അങ്ങനെ ഒരു സഹായം കിട്ടിയത്. ഒരു കുറവുമില്ലാത്ത വിധം നിന്റെ ചടങ്ങ് നടത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോളെ. അതിന് ഒരു വട്ടം കൂടി ഭഗവാൻ എനിക്ക് ഭാഗ്യം തന്നിരിക്കുക. അച്ഛാ, പിന്നെ അച്ഛാ, അച്ഛന്റെ അനുഗ്രഹമാ കോടികളെക്കാൾ ഞങ്ങൾ വിലമതിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ വൈദേഹിക്ക് വേണ്ടി നടക്കുന്ന ഈ ഫംഗ്ഷൻ പൂർണ്ണമാവില്ല അച്ഛാ. അവൾക്ക് അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷവും. നിങ്ങളെല്ലാവരും വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാം. കേട്ട് കാണല്ലോ അച്ഛാ, വീട്ടിലെല്ലാവരും പറയുന്നത് ഇത് തന്നെയാ. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഒന്നും കൊണ്ടുവരണമെന്നില്ല. ഞങ്ങൾ വന്നോളാം മോളെ, ഉറപ്പായിട്ടും വരും. മോള് സൂക്ഷിക്കണേ. ശരി അച്ഛാ. രാജഗുരുക്കൾ ഈ ചടങ്ങിലൂടെ എല്ലാവരുടെയും അനുഗ്രഹം നേടാൻ കഴിഞ്ഞ ഇനിയൊരു ആപത്ത് ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ തുടങ്ങി മനസ്സിനൊരാദിയായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്താൻ കഴിയുമെന്ന്. അത് ദേവേട്ടനെ എനിക്ക് സമ്മാനിച്ചത് ഒത്തിരി സന്തോഷമായി ദേവേട്ട. ഇനി അങ്ങോട്ട് ഇന്ന് സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഫംഗ്ഷൻ നടക്കുമ്പോഴേക്കും വരുണും സുഹാസിനി ചെറിയമ്മയും പശ്ചാത്തപിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഊർമിളേ, ഊർമിളേ, അമ്മേ, ഇന്ദുമ്മേ. ആ അജേട്ടാ, പറയ അജേട്ടാ, എന്താ വേണ്ടേ? എല്ലാവരും ഫംഗ്ഷന് പോയിരിക്കുക. അജേട്ടന് എന്താ വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ എടുത്തുതരാം. ഒന്നും വേണ്ട മസുമതി, സാരമില്ല, നീ പോയിക്കോ. സാരമില്ല അജേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അജേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. പറയ്. അയ്യോ, എനിക്കൊന്നും വേണ്ട വസു, നീ പോയിക്കോ. അനിയന്റെ ഭാര്യയോട് ഇങ്ങനെ നാണിക്കേണ്ട കാര്യമുണ്ടോ? അജേട്ടൻ എന്നോട് എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കും അത് തന്നെയാ ഇഷ്ടം. അജേട്ടന് അത് സന്തോഷാവില്ലേ? ശരി, ഞാൻ പറയാം, നീ ചെല്ല്. എന്നോട് മിണ്ട അജേട്ടാ. അജേട്ടൻ എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നേ? ഇപ്പൊ സമയമില്ലാത്തോണ്ടാ, നീ ചെല്ല്. എന്താ അജേട്ടാ, നാണം തോന്നുന്നുണ്ടോ? അജേട്ടൻ ഇങ്ങനെ നാണിച്ചാ എനിക്കും വല്ലാണ്ട് നാണാവും. അജേട്ടൻ എന്തറിയാം? ഇതൊന്നും ശരിയല്ല മോളെ. ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടാ ഞാൻ ഈ കല്യാണം കഴിച്ചത്. ഇത് കൊട്ടാരമല്ലേ, കാശ് ഒത്തിരി ഉണ്ടാവും, ആഭരണങ്ങളും ഉണ്ടാവും. എന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ. കണ്ടില്ലേ, ഒടുവിൽ എന്റെ ജീവിതം വെറും ഒരു പാഴ്മരം പോലെയായി. വരുണേട്ടന്റെ ജീവിതം ചക്രക്കസേരയിൽ തന്നെ തീരും. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്നെ കൊണ്ട് ഇത് പറ്റുന്ന കാര്യമല്ല. എനിക്കും വികാരങ്ങൾ ഉണ്ടാവില്ലേ? അതിനെന്താ ഒരു പരിഹാരം? പറയാ ചേട്ടാ. വസു, 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 വരുഞ്ചേട്ടാ, വരുഞ്ചേട്ടാ, വസു, വരുഞ്ചേട്ടാ, വസു, വസു,
വസു എന്തു പറ്റി വരും ചേട്ടാ? വസു ഒന്നുമില്ല. എന്നാ വെള്ളം ചോദിച്ചില്ലായിരുന്നോ? കുടിച്ചോ. ഓ, തന്നെ കുടിക്കാൻ പറ്റില്ല അല്ലേ? വാ തുറക്ക്. എന്തു പറ്റി വരും ചേട്ടാ? ഭയങ്കര വെപ്രാളത്തിലാണല്ലോ. വല്ല ദുസ്വപ്നവും കണ്ടതാണോ വരും ചേട്ടാ? അത് തന്നെ ആയിരിക്കും. ദുസ്വപ്നത്തില് അച്ഛനായിരുന്നു ഏട്ടാ, അതോ ശാന്തിയമ്മയായിരുന്നു? വസുമതി ചേച്ചി. അപ്പം വസുമതി ചേച്ചിയും അജയൻ ചേട്ടനും. എന്താണ് നീ പറയുന്നത്? അല്ല, അങ്ങനെ സംഭവിക്കുന്നല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അജയൻ ചേട്ടന് കാല് വയ്യാതിരുന്നപ്പോ വരുൺ ചേട്ടൻ ഊർമിള ചേച്ചിയോടൊപ്പം. അല്ല, ഏതു നേരത്തും ഒരുമിച്ചായിരുന്നല്ലോ. അതുപോലെ ഇപ്പോ വരുൺ ചേട്ടനൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അജയൻ ചേട്ടനാണെങ്കിൽ ഇപ്പോ വസുമതി ചേച്ചിയോടൊപ്പം. അങ്ങനെ ആണെന്ന് പറയല്ല. ഇന്നത്തെ കാലമല്ലേ വരുൺ ചേട്ടാ, എപ്പോ എന്ത് സംഭവിക്കുന്ന ആർക്കറിയാം. വസുമതി ചേച്ചിയാണെങ്കിൽ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ഒന്നും അറിയാത്ത ചേച്ചിയാ. മനസ്സിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വല്ലതും നിറവേറുന്നുണ്ടോ? വരുൺ ചേട്ടനാണെങ്കിൽ ഇപ്പോ ഒന്നിനും കൊള്ളുകയില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നാളെ എന്തെങ്കിലും കാലിന്റെ വയ്യായിക മാറുമല്ലോ. പോട്ടെ വരുൺ ചേട്ടാ, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. വരുൺ ചേട്ടൻ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വരുൺ ചേട്ടാ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്നും വിചാരിക്കല്ലേ. വരുൺ ചേട്ടനെ പോലുള്ളവര് കണ്ടവന്റെ പറമ്പ് മൊത്തം നിരങ്ങും. ഒടുവിൽ സ്വന്തം പറമ്പിലേക്ക് വരുമ്പോ അവിടുത്തെ പുല്ല് വരെ ആരെങ്കിലും പറിച്ചോണ്ട് പോയി കാണും. ഒന്ന് സൂക്ഷിച്ചോളണേ. ഇങ്ങനെ തിരുമ്മിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ പല പ്രാവശ്യം അജയൻ ചേട്ടൻ ചെയ്തിട്ടുള്ളതാ. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വരുൺ ചേട്ടൻ ചിലപ്പോൾ മരിക്കുന്നത് വരെ ഈ കാലം അനങ്ങിന്ന് വരില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ, മരണം അടുക്കുമ്പോഴല്ലേ നരമ്പിനൊക്കെ ഒരു ഉത്തേജനം കിട്ടൂ, ഒരു ആവേശമൊക്കെ വരും. അപ്പൊ ചിലപ്പോ എണീറ്റാലോ. ഇവന് ഈ ചികിത്സയുടെ ഒക്കെ ആവശ്യമുണ്ടോ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? വരുൺ ഇങ്ങനെ ഇരിക്കുന്നതാ ഈ കുടുംബത്തിന് നല്ലതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനൊരു ശിക്ഷ തന്നെ കൊടുത്തത്. ഇനി ചികിത്സിച്ച് ഭേദമാക്കി പാമ്പിന് പാല് കൊടുത്ത അവസ്ഥയാവോന്നാ അജയേട്ടൻ പേടിക്കുന്നത്. വരുൺ ഇങ്ങനെ ഇരുന്നാലേ വീട്ടിലൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ ശരിയായിരിക്കാം ഊർമിളെടുത്തി, പക്ഷെ ആർക്കും സന്തോഷിക്കാനാവില്ല. വരുണിനെ ഇല്ലായ്മ ചെയ്താ സന്തോഷം കിട്ടുമെന്ന് അച്ഛന് തോന്നിയിരുന്നെങ്കിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അച്ഛൻ തുടച്ചു മാറ്റുമായിരുന്നു. ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ ഇരുത്തിയിട്ട് പോവില്ലായിരുന്നു. ശിക്ഷ മനുഷ്യരിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അച്ഛനും വിശ്വസിക്കുന്നത്. വൈദേഹി പറയുന്നതിലും കാര്യമുണ്ട് എടുത്തേ. മരണത്തെ മുഖാമുഖം കണ്ടിട്ടില്ലേ തിരിച്ചു വന്നേ. ഇതൊരു പുനർജന്മമായി കണ്ടാ മതി. ഇനിയെങ്കിലും ഒരു മനംമാറ്റം ഉണ്ടാവും നോക്കാം. പാമ്പിനെ തല്ലി അതിന് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കിയ അത് അമൃത് കക്കില്ല ദേവ, വിഷം മാത്രമേ കക്കൂ. ഇവനും അതുപോലെയാ. എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും സ്വഭാവം മാറാത്ത മൂർഖം പാമ്പ, വിഷം മാത്രമേ കക്കൂ. തമ്പുരാട്ടി, ഇതുടനെ ഒന്നും ശരിയാവില്ല. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ചിലപ്പോ ശരിയാവുമെന്ന് വിശ്വസിക്കാം. ഇദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇവിടെ മലമറിക്കാൻ ഒന്നും തന്നെ ഇല്ല. ശരിയാവുമ്പോ മതി, അതുവരെ എങ്ങനെ ഇരിക്കട്ടെ. ഇത് മുടങ്ങാതെ നടത്തേണ്ട ഒരു ചികിത്സയാണ്. ദിവസവും കാലത്ത് എനിക്കിവിടെ വരാൻ പറ്റില്ല. ഈ വീട്ടിലുള്ള ആരെങ്കിലും ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ചികിത്സയ്ക്ക് പ്രതികൂല ഫലവും ഉണ്ടായേക്കാവുന്നതാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് വരുണിന്റെ ഭാര്യ വസുമതിയാണ്. അവളെല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ.
കാലത്തും വൈകുന്നേരവും ഈ മരുന്ന് തേനിൽ ചാലിച്ചു കൊടുക്കണം. ഇത് രാത്രി ഒരു നുള്ളെടുത്ത് പാലിൽ ചാലിച്ചു കൊടുക്കുക. ഈ തൈലം കൊണ്ട് 2 നേരം തിരുമ്മി കൊടുക്കണം. ശരി വൈദ്യരെ. എന്നാ ശരി, 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിക്കോളാം. ആയിക്കോട്ടെ. വിനയ, ഇദ്ദേഹത്തെ കൊണ്ടുവിടും. ശരി ദേവേട്ടാ, വരൂ. വസുമതി, വൈദ്യര് പറഞ്ഞതെല്ലാം കേട്ടല്ലോ. കൃത്യമായിട്ട് വൈദ്യര് പറഞ്ഞതുപോലെ ചെയ്യണം. അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് വരുണിന്റെ മനംമാറ്റമാണ്, അല്ലാതെ മരണമല്ല. വരുണിന്റെ മനസ്സ് മാറുന്നു തന്നെ എന്റെയും വിശ്വാസം. അത് തന്നെയാ ചേച്ചി ഞാനും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ് ചേച്ചി. വരുണേട്ടൻ മാറണം. മാറണമെന്ന് തന്നെയാ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നമ്മുടെ ഈ പരിശ്രമങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവൂന്നാണ് എനിക്കിപ്പോ സംശയം. എല്ലാവരും സമ്മതിച്ചു വന്നാലും ഈ ഊർമിള സമ്മതിച്ചിരുന്ന ലക്ഷണമില്ല. ഒരിക്കലും അവളുടെ പുറകെ നടന്നവനാണെന്ന് പോലും ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള ധൈര്യമായിരിക്കും അവക്ക്. അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടത്തി. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് നോക്കാലോ. വരുണിന് മനംമാറ്റം ഉണ്ടായില്ലെങ്കിൽ അവനെ മാറ്റി നിർത്തിയത് കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. അവൻ നമ്മുടെ കൂടെ നിന്നാലേ അപകടങ്ങളെല്ലാം അകന്നു പോവും. അവൻ മാറും, നമുക്ക് നോക്കാം. വസുമതി, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണം. ഈ മരുന്ന് ഞാൻ ചാലിച്ചു തരണമല്ലേ? ദിവസവും തൈലം കൊണ്ട് തിരുമ്മി തരണമല്ലേ? വൈദ്യര് പറഞ്ഞത് അങ്ങനെ ചെയ്യണമെന്നല്ലേ വസു? പിന്നെന്തിനാ എന്നോട് വീണ്ടും ചോദിക്കുന്നേ? അതൊന്നും വേണ്ട വരണേട്ടാ. എന്താ പറഞ്ഞ വേണ്ടാന്നോ? എന്നുവെച്ചാ എന്നെ ഇങ്ങനെ ഈ ചക്രക്കസരയിൽ എന്നേക്കോ ഇരുത്താനാണോ നോക്കുന്നേ? അതല്ല, വരുണേട്ടന്റെ മനസ്സ് മാറിയാ മതി. ഇനിയിപ്പോ എഴുന്നേറ്റ് വന്നില്ലെങ്കിലും വരുണേട്ടനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. പക്ഷെ വരുണേട്ടൻ എന്താന്ന് എനിക്കറിയാം. നിങ്ങൾ നല്ലവനല്ല. അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയ അജേട്ടനിപ്പോ പറഞ്ഞിട്ട് പോയതുപോലെ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്ന പോലെയാ. അതുകൊണ്ട് ഞാൻ ഈ മരുന്ന് തരില്ല. ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഫലം പ്രതികൂലാവുന്നല്ലേ വൈദ്യര് പറഞ്ഞത്? ജീവൻ വരെ പോയേക്കാം. വരുണേട്ടൻ ജീവനോടെ ഇരുന്ന ഈ വീട്ടിലെ മറ്റുള്ള എല്ലാവരെയും കൊന്നുകളയില്ലേ? അതിലും ഭേദം ഇതാ. അമ്മയും മോനും ചേർന്ന് എപ്പോ ആരെ അപകടപ്പെടുത്താന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മരുന്ന് കഴിക്കണ്ട. വസു, ഞാൻ തരില്ലെന്നേ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഊർമിള ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാ നല്ലത്. സ്വഭാവം മാറിയില്ലെങ്കിലും നിങ്ങളുടെ ശരീരം ഇങ്ങനെ ഈ ചക്രക്കസേരയിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂല്ലോ. വസു, അങ്ങനെ പറയല്ലടാ. ഞാൻ നിന്റെ ഭർത്താവല്ലേ. എന്റെ ജീവിതത്തെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്ക. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലും എന്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവാൻ പോകുന്നില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾ നല്ലവനാണെങ്കിൽ പൊന്നു പോലെ നോക്കാനും ഞാൻ തയ്യാറാ. അതുകൊണ്ട് അതിന് ശ്രമിക്കാൻ നോക്ക്. വസു, 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 നീ കൂടെ ഉണ്ടെങ്കിൽ രാജാധികാരം കിട്ടുമെന്ന് കരുതിയാ നിന്നോട് ഞാൻ അടുത്തത്. എന്നിട്ട് നീ ഇപ്പോ എന്നെ ഈ കസേരയിൽ തന്നെ ഇരുത്തുന്നു തോന്നുന്നല്ലോ. മറ്റുള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ, ആദ്യം നിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ പറഞ്ഞത് സുഹാസിനി? ആ വംശത്തിനുണ്ടായിരുന്ന ശാപം മാറിപ്പോയെന്നോ? മഹാദേവന്റെ അനുഗ്രഹം കിട്ടിയെന്നോ? അതെ ചന്ദ്രികെ, ഇനി അവർക്ക് യാതൊരു ആപത്തും ഉണ്ടാവില്ലത്രേ. സന്തോഷം മാത്രം ആയിരിക്കുമെന്ന്. ഓരോരുത്തരും ഓരോ വിധത്തിൽ അവിടെ ആഘോഷിക്കുന്നേ. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത് സുഹാസിനി? ഞാൻ ഇത്രയും നാളും ഒരു അജ്ഞാതവാസത്തിലായിരുന്നു. നിങ്ങൾ ആ വീട്ടിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഇത് എന്തിനു അനുവദിച്ചു കൊടുത്തു? ആരനുവദിച്ചു കൊടുത്തെന്ന്? എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയതാ? കഴിയാവുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷെ വരം കിട്ടിയത് അവർക്കും ശാപം കിട്ടിയത് ഞങ്ങൾക്കും എന്ന രീതിയിൽ ഇപ്പോഴത്തെ ജീവിതം. ആ വീട്ടിൽ എന്റെ മോൻ ജീവച്ചവായിട്ടാ ജീവിക്കുന്നേ. ശ്വാസം മാത്രമേ ഉണ്ടെന്നുള്ളൂ. അവിടെ തന്നെ നിന്നാ ഞാനും മരിക്കുമെന്ന് തോന്നി. അതാ ആ വീട്ടിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നത്. ഇതിനെല്ലാം കാരണം ആ വൈദേഹിയ. നമ്മുടെ എല്ലാവരുടെയും തോൽവിക്ക് ആ വൈദേഹിയ കാരണം സുഹാസിനി. എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരം വരെ എത്തും.
പിന്നെ എല്ലാം അവസാനം കൈവിട്ട് പോവുകയും ചെയ്യും. അവസാന നിമിഷം നമ്മളെ നിരാശപ്പെടുത്തി അവള് വിജയിക്കുകയും ചെയ്യും. ഇന്ന് ദാ വഴിയാധാരമായിട്ട് നിൽക്കുന്നു. അന്ന് ഞാനായിരുന്നു, ഇന്ന് ദേ നീ. ആള് മാറിയെന്നേ ഉള്ളൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളുടെ പതനം കാണാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ഹ, പതനത്തിന് പകരം അവൾ അവിടെ ആഘോഷിച്ച് അറമാദിക്ക്. നമ്മളെയൊക്കെ ഇതുപോലെ പെരുവഴിയിലാക്കിയിട്ട് അവള് വളയിടൽ ചടങ്ങ് നടത്തുക അറിയോ? വളയിടിയിൽ ചടങ്ങോ? അതെ ചന്ദ്രികെ, ആപത്തെല്ലാം നീങ്ങിക്കിട്ടിയെന്ന സന്തോഷത്തിൽ വലിയ ഫംഗ്ഷനാ നടത്തുന്നത്. എന്തെങ്കിലും അപകടം ബാക്കിയുണ്ടെങ്കിൽ ഈ ചടങ്ങോടുകൂടി മറ്റുള്ളവരുടെ അനുഗ്രഹം കിട്ടുമ്പോ അത് മാറിപ്പോവെന്നാ പറയുന്നത്. അതിനെ പെട്ടെന്ന് ഈ ഒരുക്കങ്ങളൊക്കെ നടത്തി. അപകടങ്ങളെല്ലാം മാറിക്കിട്ടുന്നോ? അവളുടെ അപകടം നമ്മളല്ലേ സുഹാസിനി? അപ്പോ നമ്മളെ നശിപ്പിക്കാനുള്ള ശ്രമോ? അതിന് ഇനി അവർ ഒരു ജന്മം കൂടി ജനിക്കണം. അവരുടെ തകർച്ച കാണാതെ ഈ ചന്ദ്രികയുടെ കണ്ണടയില്ല. ചന്ദ്രികെ, ഇപ്പൊ സാഹചര്യം എല്ലാം മാറി. അകത്ത് വൈദേഹിയുടെ വയറ്റിലെ കുഞ്ഞ്, പുറത്ത് ദാസേട്ടന്റെ ആത്മാവ്. 2 തരത്തിലാണ് രക്ഷ. എന്റെ മോനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് ആ ദാസേട്ടൻ തന്നെയാ. ഇനി അവരുടെ നിഴല് പോലും നമുക്ക് തൊടാൻ പറ്റില്ല. എങ്കിൽ ഞാൻ അവർക്ക് നിഴല് പോലും ഇല്ലാതാക്കിയേക്കാം. ഇനി ഏതാ സുഹാസിനി അവർക്ക് നിഴല്? എത്ര വട്ടം മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നവളാ. പിന്നല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. ഞാനതിനെ പേടിക്കില്ല. പ്രേതമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വർമ്മയെ എനിക്ക് പേടിയില്ല. സത്യത്തിൽ ആ ദൈവം എന്നെ ഇപ്പോഴും ജീവനോടെ വെച്ചിരിക്കുന്ന എന്തിനാന്നറിയോ? ആ കുടുംബത്തിലുള്ള സകലരെയും എന്റെ ഈ കൈ കൊണ്ട് കൊല്ലാൻ വേണ്ടിയാ. നിന്നേക്കാൾ അതിനുള്ള മോഹം എനിക്കുണ്ട് ചന്ദ്രികെ. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്, അത് നടക്കുന്ന കാര്യമാണോ? അവരെ കൊല്ലുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഒന്നുമില്ലെങ്കിലും അവളുടെ സന്തോഷമെങ്കിലും ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഈ ഫംഗ്ഷൻ നടക്കാതെ മുടക്കാൻ പറ്റുമോ? അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണവും പലഹാരവും ഭർത്താവിന്റെ വീട്ടിൽ എത്താതെ നോക്കിയ പകുതി കടമ്പ കടന്നു. ഒന്നുകൂടി പറഞ്ഞ്. അവളുടെ വീട്ടിലെ പണവും പലഹാരവും? അതെ ചന്ദ്രികെ, ഉണ്ടല്ലോ 2 പേര്. അമ്പലത്തിൽ കിടന്ന പിശാചിനെ എടുത്ത് വളർത്തിയവര്. ഓ, അവരോ? അതെനിക്കും അറിയാം. എന്നാ പിന്നെ പണി കഴിഞ്ഞ പോലെയാ. ഏത് പണി? വൈദേഹിയുടെ പണി. ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്തി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാവരുടെയും അനുഗ്രഹം നേടാനിരിക്കല്ലേ. അതേ ഫംഗ്ഷനിൽ വെച്ച് ആ അമ്മയും കുഞ്ഞിനെയും കൊല്ലാനുള്ള മുഹൂർത്തം ഞാൻ കുറിച്ചിരിക്കും. അമ്മ വീട്ടിൽ നിന്നെത്തുന്ന സാധനങ്ങളാണ് അവർക്കുള്ള ബലിച്ചോറ്. ഇനി ആ വൈദേഹി എഴുന്നേൽക്കില്ല. നീ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ അത് നടത്തി കാണിക്കണ്ടേ? ആ വയറ്റി കിടക്കുന്ന പിണ്ടം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചാ അപ്പൊ അത് വൈദേഹിയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് പുറത്തു വന്നാ എന്തൊക്കെ പ്രകടനങ്ങളായിരിക്കും കൊട്ടാരം വീട്ടില്. ഇപ്രാവശ്യം എനിക്ക് പിഴക്കില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോന്നേന്നുള്ളത് നമ്മൾ പോലും ചിന്തിക്കാതിരുന്ന പോരെ. ആ വൈദേഹിയെ എങ്ങനെ തകർക്കണോന്ന് നാളെ തീരുമാനിക്കാം. എന്ത് ചെയ്താലും വരുന്ന പ്രഥമത്തിന് മുമ്പ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നടക്കില്ല. വരുന്ന പ്രഥമ തിഥിയുടെ അന്ന് ദാസേട്ടന്റെ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള ശക്തി നേടിയെടുക്കും. അങ്ങനെ അയാള് വരുമ്പോ രക്ഷിക്കാൻ കുടുംബത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. എല്ലാവരുടെ ശവങ്ങളായിരിക്കണം അയാൾ കാണേണ്ടത്. ആദ്യം വൈദേഹിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാ ബാക്കിയുള്ളവരുടെ കാര്യം നിഷ്പ്രയാസം തീരും. അവരെയും അവളുടെ പുറകെ അയച്ചേക്കാം. എന്നാലല്ലേ ആസ്തി മൊത്തം നമ്മുടെ കയ്യിലിരിക്കൂ. അത് ശരിയാ ചന്ദ്രികെ. നിനക്ക് പകുതി, എനിക്ക് പകുതി. ആദ്യം നീ അതിനുള്ള വഴി നോക്ക്. ഈ കാർമികങ്ങളൊന്നും മാറിയിരുന്നെങ്കിൽ അമ്പിളിയമ്മാവൻ പുറത്തു വന്നേനെ. എന്റെ കുഞ്ഞുവാവിയോട് ഞാൻ എപ്പോഴും ഒന്ന് സംസാരിക്കാം. എന്താ വൈദേഹി, അമ്പിളിയമ്മാവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണോ? അതെ ദേവേട്ടാ, കുഞ്ഞുവാവിയോട് സംസാരിക്കാൻ കൊതി തോന്നുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാ. ഇത് കണ്ടോ, കാർമേഘങ്ങള് വന്ന് മൂടിക്കളയും. മൂശിയുടെ കാർമേഘങ്ങള്. എന്നാലേ ആ മേഘങ്ങളെ കീറി മുറിച്ച് ചന്ദ്രൻ പുറത്തേക്ക് വരുമ്പോഴേക്കും ദാ ഈ ചന്ദ്രന്റെ സമ്മാനം അങ്ങ് സ്വീകരിച്ചാലും. സമ്മാനം? എന്തിനാ ഇപ്പൊ സമ്മാനം? എന്താ പ്രത്യേകിച്ച്?
എന്ന് ചോദിച്ചാ 9 മാസത്തോളം നമ്മുടെ കുഞ്ഞിനെ ചുമന്ന് എനിക്ക് അവളെ സമ്മാനമായിട്ട് തരുമ്പോ എന്റെ ഈ ഭാര്യയ്ക്ക് വളയുടെ ചടങ്ങിന് ഒരു ചെറിയ സമ്മാനമെങ്കിലും ഞാൻ തരണ്ടേ? അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അന്ന് വളയിടിയിൽ ചടങ്ങിന് നിന്റെ അച്ഛൻ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് പോലും വാങ്ങിച്ചു തന്നില്ല എന്ന് നീ അന്ന് പരാതി പറഞ്ഞാലോ? അങ്ങനെ ഇപ്പൊ നീ ഈ മോളുടെ മുമ്പിൽ അച്ഛനെ കുറച്ച് കാണണ്ട. അതുകൊണ്ട് ആ കുറവ് നികത്തി. നമ്മുടെ കുഞ്ഞുമാവിയോട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവൾക്ക് എല്ലാം അറിയാം. അവൾ എന്റെ മോളാ. ഈ ചിരി ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെട്ടത്. നീ ഈ സാരി വാങ്ങിക്ക. ഇതെന്റെ സമ്മാന. എങ്ങനെയുണ്ട്? ദേവേട്ടൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് ഇഷ്ടമായി.